ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കല്യാണ വിശേഷമാണ്. ഞങ്ങളിപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാടേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഒരു ലോങ് ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് പിന്നെ യാത്ര പോകുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ചെക്കൻ്റെ വീട്ടിലെത്തി. ചെക്കൻ്റെ വീട് പത്തനംതിട്ടയാണ് കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. ഏകദേശം 10:30 മണിയോടുകൂടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. സെപ്റ്റംബർ 5-നായിരുന്നു കല്യാണം. അപ്പോൾ തലേന്നാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഏകദേശം കൂത്താട്ടുകുളം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലോങ്ങിലൊരു വെഡ്ഡിങ് കൂടാൻ പോകുന്ന ആദ്യമായിട്ടാണ്. ഞങ്ങൾ ട്രിവാൻഡ്രം, ആലപ്പുഴ, പത്തനംതിട്ട ഇവിടെയൊക്കെ കല്യാണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇത്രയും ദൂരെ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. എനിക്ക് ഒന്നാമത്തെ കാര്യം വോമിറ്റിംഗ് ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ ടാബ്ലറ്റൊക്കെ എടുത്തിട്ടാണ് എപ്പോഴും പോകാറ്. ഇത്തവണ ഒന്നും കഴിച്ചില്ല. കഴിക്കാൻ തന്നെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ്. അങ്ങനെ ഞങ്ങളൊരു ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. എല്ലാവരുമായിട്ട് ഊണാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഊണായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ പാടെ ഞാനൊരു കപ്പലണ്ടി മിഠായിയും ഓർബിറ്റും ഒക്കെ മേടിച്ചിട്ടാണ് പോകുന്നത് വണ്ടിയിരുന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കാലടി ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ഉണ്ട് ഒത്തിരി പോകാനായിട്ട്. ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമായിരിക്കും ഞങ്ങളവിടെ എത്തുമ്പോൾ. അപ്പോൾ അത്രയും ദൂരം ഉള്ളതുകൊണ്ട് തന്നെ കുറേ നേരം ഉറങ്ങി, കുറേ നേരം സ്ഥലമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ അങ്കമാലി എത്തിയിട്ടുണ്ട്. അങ്കമാലി എത്തിയപ്പോൾ തൊട്ട് ബ്ലോക്ക് തുടങ്ങി. ബ്ലോക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. വണ്ടി എഴഞ്ഞെഴഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഫിലിമൊക്കെ ഇട്ടു. ഫിലിമൊക്കെ കണ്ടിട്ട് മലയാളി ഫ്രം ഇന്ത്യ ആയിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫിലിമായിരുന്നു. അത് ഫുള്ള് കണ്ടു തീർത്തു. എനിക്കാണെങ്കിൽ വണ്ടി കയറി കഴിഞ്ഞാൽ ഫിലിം കാണുന്നതും പിന്നെ മൊബൈലിൽ നോക്കുമ്പോഴൊക്കെ തല ചുറ്റൽ വരും. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫിലിം ഫുള്ള് കണ്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒത്തിരി ടൈമുണ്ട്. ഉച്ച സമയം കൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഏകദേശം ഞങ്ങളിപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മണ്ണുത്തി ആ ഭാഗത്തെത്തി. മണ്ണുത്തിയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. മലയും കുന്നും കാടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ ഇരിക്കുവാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ കയറാൻ പോകുന്ന കുതിരാനിലേക്കാണ്. ഇപ്പോൾ കുതിരാൻ മലയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും ഇടയ്ക്ക് വരുന്നതാണ് നമ്മുടെ കുതിരാൻ മല. അപ്പോൾ അത് തുറന്നിട്ടാണ് നമ്മുടെ കുതിരാൻ തുരങ്കം എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരം പോകാനുണ്ട് തുരങ്കത്തിനകത്തുകൂടി. കൊള്ളാം, നല്ല രസമുണ്ട്. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി എണീറ്റും അങ്ങനെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് ഉറങ്ങി എണീറ്റപ്പോഴാണ് പെട്ടെന്ന് തുരങ്കം എത്തിയത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് എടുക്കുവാണേ. കുറച്ച് ദൂരം പോകാനുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇതുവഴി തുരങ്കം വഴി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തുരങ്കത്തിനകത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുന്ന വണ്ടികൾ അപ്പുറത്തെ ഒരു പാലത്ത് കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മലയും കാടും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ് തൃശ്ശൂരിൻ്റെ ആ ഒരു ഭാഗം വരുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം പാലക്കാട് എത്താറായിട്ടുണ്ട്. ഇത് പാലക്കാട് ലുലുവാണേ. അപ്പം നമ്മുടെ 7-8 മണിക്കൂറത്തെ യാത്ര അവസാനിച്ചു. നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നതൊക്കെ മലമ്പുഴ ഡാമിൻ്റെ ആ ഒരു വഴിക്കൂടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ റൂമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും അവിടെ തന്നെയാണ്, മലമ്പുഴ ഡാമിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഡാമിലേക്കൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവർ എല്ലാവരുമായിട്ട് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാമിലേക്ക് പോയ വിശേഷമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് വേറൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. നാളെ നേരത്തെ എഴുന്നേൽക്കണം. ഒരു 6 മണിക്കെങ്കിലും എഴുന്നേറ്റ് റെഡിയായി തുടങ്ങിയാൽ 10 മണിക്കെങ്കിലും നമുക്ക് കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഉറങ്ങാൻ പോവാണ്. ബാക്കി വിശേഷമൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.